അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം സീറത്തുൻ നബവിയ്യ ഒരു വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണം 83-ാമത്തെ ഒരു ഭാഗത്ത്, ഇപ്പോൾ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ റജീഅ സംഭവം, റജീഅ കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണമായിരുന്നു നമ്മൾ നൽകിയത്. റസൂലുള്ളാഹിൻ്റെ അനുയായികളിൽപ്പെട്ട 10ഓളം ആളുകളെ ചില ഗോത്രക്കാർ വഞ്ചിച്ച് അവർ കൊണ്ടുപോയി വധിച്ച ആ ഒരു ചരിത്രം നമ്മൾ വിശദീകരിച്ചു. അതിനേക്കാൾ ദാരുണമായിട്ടുള്ള വേദനിപ്പിക്കുന്ന മറ്റൊരു സംഭവമാണ് അതേ സമയത്ത് തന്നെ അരങ്ങേറുന്ന മറ്റൊരു കൂട്ടക്കൊല, ബിർ മഊന കൂട്ടക്കൊല. അതാണ് ഈ ഒരു ഭാഗത്തുടനീളം നമ്മൾ പ്രതിപാദിക്കുന്നത്. അതേ സമയത്ത് തന്നെ ഹിജ്റ വർഷം ഉഹദിന് അനന്തരം ഹിജ്റ വർഷം 4 സഫർ മാസത്തിൽ ആ ഒരു ദുരന്തം അരങ്ങേറുകയാണ്. ആ ഒരു സംഭവം ചുരുങ്ങിയ രൂപത്തിൽ സ്വഹീൽ ബുഖാരി തന്നെ കിതാബുൽ ജിഹാദിൽ ഒരു ഹദീസിൽ വിശദമായിട്ട് അത് പ്രതിപാദിക്കുന്നുണ്ട്. അതിൻ്റെ വിശദ വിവരണങ്ങൾ സീറ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ഹദീസ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ വിശദീകരണം മുന്നോട്ട് പോകുന്നത്. എന്താണ് സംഭവം എന്ന് വെച്ചാൽ, നജ്ദിൽ നിന്നും ഒരാൾ, ആ ബനു ആമിർ വംശത്തിൽപ്പെട്ട ഒരു വ്യക്തി, അയാളുടെ പേര് പ്രത്യേകമായിട്ട് ഓർത്തു വെക്കുക, അബൂബറ ആമിർ ബിൻ മാലിക്. അബൂബറ റസൂലുള്ളാഹി അയാൾ അവിശ്വാസിയാണ്. റസൂലുള്ളാഹിനെ സമീപിച്ച്, അയാൾ നല്ല യോദ്ധാവാണ്. അയാൾ അറിയപ്പെടുന്ന ഒരു പേര് മുലാഇബു സിന്ന, കുന്തം കൊണ്ട് കളിക്കുന്നവർ, അതായത് കുന്തമെറിയാൻ വളരെ എക്സ്പേർട്ടായിട്ടുള്ളൊരു വ്യക്തിയാണ്. ആ യോദ്ധാവായിട്ടുള്ള വ്യക്തി റസൂലുള്ളാഹിൻ്റെ അടുത്ത് വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അപ്പോൾ ആ ഒരു ക്ഷണം അയാൾ ഇസ്ലാമിനെ സംബന്ധിച്ചെല്ലാം കേട്ട സമയത്ത് അയാൾക്കതിൽ ചെറിയ താല്പര്യം തോന്നി. പക്ഷേ അയാൾ ഇസ്ലാം സ്വീകരിച്ചില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അയാൾ പറഞ്ഞു, യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലൗ ബഅത്ത റിജാലൻ മിൻ അസ്ഹാബിക് ഇലാ അഹ്ലി നജ്ദ് യദ്ഊനഹും ഇലാ അംരിക് യസ്തജീബു ലക്. ഓ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കളുടെ ഏതാനും അനുയായികൾ എൻ്റെ കൂടെ നിങ്ങൾ അയക്കുകയാണെങ്കിൽ, ഈ നജ്ദിൻ്റെ ആ ഭാഗത്തേക്ക് നിങ്ങൾ അയക്കുകയാണെങ്കിൽ, ഞാൻ സ്വീകരിച്ചിട്ടില്ലെങ്കിലും അവരിത് കേട്ടാൽ അവരിൽ പല ആളുകളും ഈ ഒരു ആദർശം സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. കാരണം അത്രയേറെ മനോഹരമാണ് നിങ്ങൾ മുന്നോട്ട് വെച്ച ആദർശം. അപ്പം നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ നിങ്ങളിൽപ്പെട്ട ചില ആളുകളെ എൻ്റെ കൂടെ നിങ്ങൾക്ക് അയക്കാം. അതാണ് അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വെച്ച ഒരു നിർദ്ദേശം. അപ്പോൾ അത് കേട്ടപ്പോൾ റസൂലുള്ള അതിയായി സന്തോഷിച്ചു. അതേസമയം ഒരു ആശങ്കയും റസൂലുള്ള പങ്കുവച്ചു. റസൂലുള്ള പറഞ്ഞു, ഇന്നി അഖ്ഷ അലൈഹിം അഹ്ല നജ്ദ്. ഓ അബൂബറ, നജ്ദുകാരുടെ കാര്യത്തിൽ എനിക്കൊരല്പം ഭയമുണ്ട്. കാരണം എന്താ വെച്ചാൽ നജ്ദിൽ കാര്യമായിട്ടുള്ളത് ബദുക്കളാണ്. അവർ മദീനയിലുള്ള ആളുകളെപ്പോലെ അത്ര സിവിലൈസറായിട്ടുള്ള ആളുകളല്ല. അപ്പോൾ എന്ത് റിയാക്ഷനാണ് അവരുടെ പ്രതികരണം, അത് പ്രവചനാതീതമാണ്. റസൂലുള്ള അത് പറഞ്ഞ സമയത്ത്, റസൂലുള്ളാഹിൻ്റെ ആശങ്ക കേട്ട സമയത്ത് അബൂബറ അയാൾ പറഞ്ഞു, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, അനലഹും ജാറുൻ, അവർക്ക് ഞാൻ സംരക്ഷണം, എൻ്റെ അയാളുടെ ആ ജിവാർ, ആ പ്രൊട്ടക്ഷൻ അയാൾ നൽകുകയാണ്, അമ്ന അയാൾ നൽകുകയാണ്. ഇപ്പോൾ ഒരാൾ പ്രൊട്ടക്ഷൻ നൽകിക്കഴിഞ്ഞാൽ പിന്നീട് ഒരാളും ആക്രമിക്കില്ല. അപ്പോൾ ആ രൂപത്തിൽ അയാൾ ആ സംരക്ഷണം ഏറ്റെടുത്ത സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഘത്തെ, ആ അബൂബറയിനൊപ്പം ഒരു വലിയ സംഘത്തെ അയക്കാൻ വേണ്ടി റസൂലുള്ളാഹി സന്നദ്ധാവാണ്. ഇവിടെ നമ്മൾ പോസ് ചെയ്ത് പ്രധാനപ്പെട്ട 2 പോയിൻ്റ് ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഒന്നാമതായിട്ട് നജ്ദിലേക്കുള്ള ഇസ്ലാമിൻ്റെ ആ വ്യാപനം, ആ ഒരു വേരോട്ടം റസൂലുള്ളാഹി അങ്ങേയറ്റം ആഗ്രഹിച്ചിരുന്നു. കാരണം നജ്ദ് എന്നുള്ളത് വലിയൊരു പ്രവിശ്യയാണ്. ഇപ്പോൾ പുരാതന അറേബ്യയുടെ മാപ്പ് നമ്മൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ടാകും പ്രധാനപ്പെട്ട 2 ഭാഗങ്ങൾ. ഒന്ന് ഹിജാസാണ്. ഹിജാസ് അറേബ്യയുടെ വെസ്റ്റ് പടിഞ്ഞാറ് ഭാഗമാണ്. അതായത് ഇന്നത്തെ മക്ക, മദീന, യാംബു, തബൂക്ക്, ത്വായിഫ് എല്ലാം ഉൾക്കൊള്ളുന്ന ആ ഒരു പ്രദേശം. അത് താരതമ്യേന ചെറിയ ഭാഗമാണ്, ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ടാകും. അതേസമയം നജ്ദ് എന്നുള്ളത് അത് വലിയൊരു ടെറിട്ടറിയാണ് നജ്ദ് എന്നുള്ളത്. ഇന്നത്തെ മോഡേൺ അറേബ്യയുടെ ആ സെൻട്രൽ റീജിയൻ, ആ ക്യാപിറ്റൽ റിയാദും അതേപോലെ തന്നെ അൽ ഖസീം എല്ലാം ഉൾക്കൊള്ളുന്ന ആ വലിയ ഭാഗമാണ് നജ്ദ് എന്നുള്ളത്. പക്ഷേ അവിടെയുള്ള ആളുകൾ ഹിജാസികളുടെ അത്ര സിവിലൈസർ ആയിട്ടുള്ള ആളുകളല്ല, പ്രധാനമായിട്ട് ബദുക്കളുടെ ഗോത്രമാണ് ആ ഭാഗത്തുള്ളത്. അതാണ് റസൂലുള്ളാഹി ഭയപ്പെട്ടത്. പക്ഷെ അതേസമയം അയാളെ സംരക്ഷണം ഓഫർ ചെയ്തതോടുകൂടെ റസൂലുള്ളാഹി അതിന് സന്നദ്ധാവാണ്. ആ രൂപത്തിലായിരുന്നു പഴയ കാലത്ത്, നമ്മൾ പലതവണ വിശദീകരിച്ചതാണ്. അവർ അങ്ങേയറ്റം വാക്കിന് വില കൽപ്പിച്ചിരുന്നു. ഏതെങ്കിലും ഒരു ഗോത്രത്തിലെ ഒരാൾ അവർ സംരക്ഷണം അല്ലെങ്കിൽ ആ ഒരു ആ പ്രൊട്ടക്ഷൻ അവർ ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അയാൾ ആ ഗോത്രത്തിലെ ഒരാളും അയാളെ ഉപദ്രവിക്കില്ല. ആ ഗോത്രത്തിലെന്ന് മാത്രമല്ല, മറ്റേതെങ്കിലും പുറത്തുള്ള ഗോത്രക്കാർ അയാളെ ഉപദ്രവിക്കുകയാണെങ്കിൽ ഈ ഗോത്രക്കാർ അവരായിട്ട് യുദ്ധം പ്രഖ്യാപിക്കും. ആ രൂപത്തിലായിരുന്നു ആ സിസ്റ്റം. ആ ഒരു ഹലീഫ്, ഹുലഫ, ആ രൂപത്തിലായിരുന്നു അവിടെ നടമാടിയിരുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ആ ഖുറൈശികൾ റസൂലുള്ളാഹിനെ പല ആളുകളും വധിക്കാൻ വേണ്ടി നിൽക്കുന്ന ആ സമയത്ത് പോലും റസൂലുള്ളാഹി ത്വാഇഫിൽ നിന്നും അവർ എറിഞ്ഞോടിച്ച സമയത്ത് തിരിച്ച് മടങ്ങി വന്ന സമയത്ത് മുത്തീബിൻ അതിയെ റസൂലുള്ളാഹിക്ക് സംരക്ഷണം ഓഫർ ചെയ്യുന്നുണ്ട്. റസൂലുള്ളാഹിനെ മുത്തീബിൻ അതിയെ സംരക്ഷിച്ചതോടുകൂടെ പിന്നീട് റസൂലുള്ളാഹി സേഫായിട്ട് തന്നെ ആ മക്കയിൽ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ആ രൂപത്തിലായിരുന്നു ആ ഒരു കാലഘട്ടത്ത്. ഇപ്പോൾ ഇവിടെ അബൂബറാ ആ വരാൻ പോകുന്ന ആ ഒരു സംഘത്തിൻ്റെ മുഴുവൻ ആ സംരക്ഷണ ചുമതലയും അയാൾ ഏറ്റെടുക്കുകയാണ്. പിന്നീട് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നാണെങ്കിൽ യഥാർത്ഥത്തിൽ അയാൾ സത്യസന്ധമായിട്ടായിരുന്നു ആ വാക്ക് നൽകിയത്. പിന്നീട് കാര്യങ്ങൾ അയാളുടെ കൈവിട്ടു പോകുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അയാൾ സത്യസന്ധനായിരുന്നു എന്നുള്ളത് അതിൻ്റെ കാരണങ്ങൾ ഇൻഷാ അല്ലാഹ് ഈ പ്രഭാഷണത്തിൻ്റെ അവസാനം ഞാൻ വിശദീകരിക്കും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ ആ ഓഫറെല്ലാം നൽകിയ സമയത്ത് റസൂലുള്ളാഹി ആ അനുയായികളിൽ നിന്നും 40 ആളുകളെ സീറത്ത് ഇബ്നു ഹിഷാം പ്രകാരം 40 ആളുകൾ, അതേസമയം ശരിയായിട്ടുള്ള റിപ്പോർട്ട് സ്വഹീൽ ബുഖാരി പ്രകാരം 70 ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളിൽ നിന്നും റസൂലുള്ളാഹി തിരഞ്ഞെടുക്കുകയാണ്. 70 ഖുറാഇകളെ എന്നാണ് റിപ്പോർട്ടിൽ കാണാൻ സാധിക്കുക. അതായത് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യല്ല, ഖുർആനിലെ ആഴത്തിൽ പാണ്ഡിത്യമുള്ള. അതുകൊണ്ടാണ് ഈ ഒരു സംഭവത്തെ ബിഅ്റു മഊന എന്നതിന് പുറമെ സരിയത്തുൽ ഖുറാ എന്നും ഈ ഒരു സംഭവം അറിയപ്പെടുന്നുണ്ട്. ഈ ഒരു കാരണത്താൽ ഇപ്പോൾ റസൂലുള്ളാഹി കൂടെയുള്ള പ്രധാനമായിട്ടും റസൂലുള്ളാഹി തിരഞ്ഞെടുത്തത് അഹ്ലു സുഫ, അതായത് 24 മണിക്കൂറും ആ വിജ്ഞാനം നേടാൻ വേണ്ടി ആ പള്ളിയിൽ സമയം നീക്കിവെച്ച് ആ ഒരു പള്ളിയാകുന്ന ആ യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ ആളുകൾ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള അഹ്ലു സുഫ, നമ്മൾ നേരത്തെ മക്കൻ സീറയിൽ ഒരു എപ്പിസോഡ് പൂർണ്ണമായിട്ട് അവരെ സംബന്ധിച്ച് വിശദീകരിച്ചിരുന്നു. അതിൽപ്പെട്ട 70 ആളുകൾ, 70 സ്റ്റുഡൻസിനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാഇകളായിട്ട് തിരഞ്ഞെടുത്തത്. അവരുടെ ഇൽമിലും അതേപോലെ തന്നെ അവരുടെ ഇബാദത്തിലും രാത്രി നമസ്കാരത്തിലെല്ലാം പേര് കേട്ട പ്രസിദ്ധരായിട്ടുള്ള 70 ആളുകൾ. കാരണം മുന്നിൽ റസൂലുള്ളാഹിക്ക് ലഭിച്ചിട്ടുള്ളത് ഒരു ഗോൾഡൻ ചാൻസ് ആണ് ആ നജിദിൽ ഇസ്ലാം വ്യാപിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ അതിന് ആപ്റ്റായിട്ടുള്ള ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുക്കുകയാണ്. ഇപ്പോൾ 70 ആളുകളെന്ന് പറയുമ്പോൾ അത് ചില്ലറയല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഉഹുദിൽ മൊത്തം മുസ്ലിങ്ങൾ 700 ആളുകളായിരുന്നു. അപ്പോൾ മൊത്തം 700 ആണെങ്കിൽ 70 എന്ന് പറയുമ്പോൾ 10%, അതായത് മൊത്തം മുസ്ലിങ്ങളുടെ 10% ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂടെ അയക്കുന്നത്. അതും സാധാരണക്കാരായിട്ടുള്ള ആളുകളെ റസൂലുള്ളാഹി അതിൽ നിന്ന് ഏറ്റവും നല്ല ആളുകൾ, ആ ക്രീം ഓഫ് ദ ക്രോപ്പ്, ഏറ്റവും യോഗ്യരായിട്ടുള്ള വിജ്ഞാനമുള്ള ആളുകളെ റസൂലുള്ളാഹി ആ ഒരു ദൗത്യത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ 70 അംഗ സംഘത്തിൽ ആ സംഘത്തിൻ്റെ അതിൻ്റെ ലീഡറായിട്ട് അമീറായിട്ട് റസൂലുള്ളാഹി തിരഞ്ഞെടുത്തത് മുൻദിർ ബിൻ അംർ റളിയല്ലാഹു അൻഹുവിനെയാണ്. അദ്ദേഹം, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഉഹദിൽ ആ റസൂലുള്ളാഹി സൈന്യത്തെ വിന്യസിച്ച സമയത്ത് 2 ഭാഗത്താക്കി നിർത്തി ആ റൈറ്റ് വിങ്ങിൻ്റെ ലീഡറായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു സ്വഹാബി മുൻദിർ ബിൻ അംർ റളിയല്ലാഹു അൻഹുവിനായിരുന്നു ആ ഒരു നേതൃത്വം നൽകിയത്. ലെഫ്റ്റ് സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു, ഇപ്പോൾ പ്രസിദ്ധനായിട്ടുള്ളൊരു യോദ്ധാവ് കൂടിയാണ്. അദ്ദേഹത്തെയാണ് ആ 70 അംഗ സംഘത്തിൻ്റെ നേതാവായിട്ട് അമീറായിട്ട് റസൂലുള്ളാഹി തിരഞ്ഞെടുത്തത്. അപ്പോൾ അതേപോലെ തന്നെ ആ സംഘത്തിലുണ്ടായിരുന്ന പേരെടുത്ത് പറയേണ്ടതായിട്ടുള്ള ചില ആളുകൾ. ഒന്ന് സ്വഹീൽ ബുഖാരിയിൽ ഹദീസ് നിവേദനം ചെയ്യുന്ന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എൻ്റെ അമ്മാവൻ, അതായത് അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവ് ഉമ്മു സലൈം റളിയല്ലാഹു അൻഹയുടെ സഹോദരൻ ഹറാം ഇബ്നു മിൽഹാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ആ സംഘത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് പ്രത്യേകമായിട്ട് ഓർത്തു വെക്കുക, പിന്നീട് തിരിച്ചു വരും. അതേപോലെ തന്നെ അതിലുണ്ടായിരുന്ന മറ്റൊരു വ്യക്തിയാണ് പ്രസിദ്ധനായിട്ടുള്ള മറ്റൊരു സ്വഹാബി ആമിർ ബിൻ ഫുഹൈറ റളിയല്ലാഹു അൻഹു. പല ആളുകളും അദ്ദേഹത്തിൻ്റെ പേര് പോലും ഓർക്കുന്നുണ്ടാവില്ല. മക്കൻ സീറ നമ്മൾ റിവൈൻഡ് ചെയ്യുകയാണെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വതന്ത്രനാക്കിയ അടിമ മൗല അബീബക്കർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ വളരെ ഹൈ പ്രൊഫൈലുള്ള വ്യക്തിയാണ്. ആരംഭകാലത്ത് തന്നെ ദാറുൽ അർഖമിന് മുമ്പ് തന്നെ ഇസ്ലാം സ്വീകരിച്ച ആളുകളുടെ ആ ലിസ്റ്റിൽ ഇദ്ദേഹത്തിൻ്റെ പേര് കാണാൻ സാധിക്കും. ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ മക്കയിൽ കഠിനമായിട്ടുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ബിലാൽ റളിയല്ലാഹു അൻഹു, ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ എല്ലാം ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. സമാനമായിട്ട് ശക്തമായിട്ടുള്ള പീഡനങ്ങൾ ഇദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വരികയാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്നുള്ളത് ഹിജ്റ സമയത്താണ് നമ്മൾ കാണുന്നത്. ഞാൻ ഇതെല്ലാം ഹൈലൈറ്റ് ചെയ്യാനുള്ള കാരണം അദ്ദേഹം ഷഹീദാവാൻ പോവുകയാണ്. ഹിജ്റ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 3 ദിനം സൗർ ഗുഹയിൽ താമസിച്ച സമയത്ത് പ്രധാനമായിട്ട് അവരെ സഹായിക്കുന്നത് 3 ആളുകളാണ്. ഓർക്കുന്നുണ്ടാകും, ഹിജ്റയുടെ ആ ഭാഗത്ത് നമ്മൾ വിശദീകരിച്ചിരുന്നു. റസൂലുള്ളാഹിക്ക് ഭക്ഷണം എത്തിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ അസ്മാ റളിയല്ലാഹു അൻഹയാണ്, ദാത്തു നിതാഖൈൻ. അതേപോലെ തന്നെ അവർക്ക് ആ പകല് ആ മക്കയിൽ നിന്ന് ന്യൂസ് എല്ലാം കളക്ട് ചെയ്ത് അവിടെ എത്തിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു അബീബക്കർ റളിയല്ലാഹു അൻഹു ആണ്. അതേസമയം 3ാമനായിട്ട് അവരെ സഹായിക്കാൻ വേണ്ടി ആ ഭാഗത്തുണ്ടായിരുന്നത് ഈ ഒരു അടിമ ആമിർ ഇബ്നു ഫുഹൈറ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം അവിടെ ആടിനെ മേയിച്ച് നടന്ന് ഈ 2 ആളുകൾ വന്നുപോയ അവരുടെ കാലടയാളങ്ങൾ മായ്ക്കുകയും അതേപോലെ തന്നെ പല സമയത്തും
ആളുകളുടെ ശ്രദ്ധ തിരിയുന്ന സമയത്ത് ആടുമായിട്ട് ആ ഗുഹാമുഖത്ത് വന്ന് അവർക്ക് വേണ്ട പാല് കറന്ന് നൽകിയെല്ലാം അവരെ സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹിജറയുടെ ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും കൂടെ മൂന്നാമനായിട്ട് ഈ ആമിർ ബിൻ ഫുഹൈറ റളിയല്ലാഹു അൻഹു അവരോടൊപ്പം ഉണ്ടായിരുന്നു. ഹിജ്റ സമയത്ത് മറ്റൊരു സംഭവം ഓർക്കുന്നുണ്ടാകും. ആ സുറാഖ ബിൻ മാലിക് റസൂലുള്ളാഹിനെ വധിക്കാൻ വേണ്ടി പിന്തുടർന്ന ആ കുതിരയുടെ കാലുകൾ പൂണ്ടുപോയതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് ആ കിസ്രയുടെ വളകളെ സംബന്ധിച്ചുള്ള പ്രവചനമെല്ലാം നൽകിയതിന് ശേഷം സുറാഖക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ലെറ്റർ എഴുതി കൊടുക്കുന്നുണ്ട്. ആ ലെറ്റർ എഴുതാൻ റസൂലുള്ളാഹി കൽപ്പിക്കുന്നതെല്ലാം ഈ ആമിർ ബിൻ ഫുഹൈറ റളിയല്ലാഹു അൻഹുവിനോടായിരുന്നു. അപ്പോൾ ആ രൂപത്തിൽ വളരെ ഹൈ പ്രൊഫൈലുള്ള ഒരു സ്വഹാബിയാണ്. അദ്ദേഹവും ഈ സംഘത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഇവരെല്ലാം ഉൾക്കൊള്ളുന്ന 70 അംഗ സംഘം ഈ അബൂബറാഇൻ്റെ കൂടെ അവർ ഒന്നടങ്കം ആ സഫർ മാസത്തിൽ ആ നജിദ് ഭാഗത്ത്, ആ നജിദ് ലക്ഷ്യമാക്കി അവർ മദീനയിൽ നിന്നും പുറപ്പെടുകയാണ്. അപ്പോൾ ദീർഘയാത്രയാണ്. ആ യാത്രയിലുടനീളം ഉദ്ധരണികൾ കാണാൻ സാധിക്കും. അവർ പകൽ വിറക് ശേഖരിച്ച് അത് കൊണ്ടുപോയി വിറ്റ് അതിൽ നിന്നും കിട്ടുന്ന തുച്ഛമായിട്ടുള്ള ആ പണം കൊണ്ട് അവർ ഭക്ഷണമെല്ലാം വാങ്ങി ആ രൂപത്തിലായിരുന്നു അവർ യാത്ര ചെയ്തത്. രാത്രി സമയത്ത് വിശ്രമിക്കുക അല്ലെങ്കിൽ രാത്രി നമസ്കരിച്ചെല്ലാം ആ സമയം നീക്കി അവർ ദീർഘദൂരം താണ്ടി അവസാനം ആ നജിദ് ഏരിയയിലേക്ക്, ആ പ്രവിശ്യയിലേക്ക് എത്തുകയാണ്. നജിദിൽ പ്രവേശിച്ച് അവിടെ ബനു ആമിർ, ബനു സുലൈം ഗോത്രക്കാരുടെ ആ പ്രദേശങ്ങൾക്കിടയിലുള്ള ഒരു കിണറിൻ്റെ സമീപത്ത് ആ സംഘം എത്തുകയാണ്. അതാണ് ആ ബിർ മഊന. അവിടെ വെച്ചാണ് സംഭവം അരങ്ങേറുന്നത്. ആ ബിർ എന്നുള്ളത് ഈ ഒരു കിണറിനെ സംബന്ധിച്ചാണ് പറയുന്നത്. അവർ ആ കിണറിൻ്റെ സമീപത്ത് എത്തിയപ്പോൾ അത് ബനു ആമിർ ഗോത്രക്കാരുടെ പ്രവിശ്യയാണ്. അവരുടെ ആഗമന വാർത്തയും ആ സംഘത്തിൻ്റെ ആഗമന വാർത്തയും മറ്റും അറിയിക്കാൻ വേണ്ടി ആ സംഘത്തിൻ്റെ തലവൻ മുൻദിർ ബിൻ അംർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കയ്യിൽ നൽകിയ ഒരു എഴുത്തുമായിട്ട് ബനു ആമിർ ഗോത്ര തലവൻ്റെ അടുത്തേക്ക് ആ സ്വഹാബികളിൽ നിന്നും ഒരു വ്യക്തിയെ പറഞ്ഞേക്കാണ്. ആ ഗോത്ര തലവൻ്റെ പേര് പ്രത്യേകം ഓർത്തു വെക്കുക, ആമിർ ബിൻ തുഫൈൽ. ആമിർ ബിൻ തുഫൈൽ ഈ മൊത്തം സംഘത്തിൻ്റെ ആ സംരക്ഷണമെല്ലാം വാഗ്ദാനം ചെയ്ത ആ അബൂബറാഇൻ്റെ ഒരു റിലേറ്റീവ്, ഒരു കസിനൊക്കെ ആയിട്ട് വരും. ഈ സ്വഹാബികളിൽ നിന്നും ആ കത്തുമായിട്ട് പോകുന്നത് ആ നേരത്തെ ഓർത്തു വെക്കാൻ പറഞ്ഞ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ അമ്മാവൻ ഹറാം ബിൻ മിൽഹാൻ റളിയല്ലാഹു അൻഹു ആണ്. അപ്പം അദ്ദേഹം ആ എഴുത്തുമായിട്ട് ഈ ബനു ആമിർ ഗോത്ര തലവനെ സമീപിക്കുകയാണ്. അങ്ങനെ അയാളുടെ അടുത്തെത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ആ കത്ത് അയാൾക്ക് കൈമാറി. ആ ഗോത്ര തലവൻ ആ കത്തൊന്ന് നേരാൻ വണ്ണം തുറന്ന് വായിക്കാതെ വലിയൊരു നീചകൃത്യം പ്രവർത്തിക്കാൻ പോവാണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ അയാളെ സംബന്ധിച്ച് പരാമർശിക്കേണ്ടതുണ്ട്. ഇയാൾ ആമിർ ബിൻ തുഫൈൽ വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വന്ന് കണ്ടിരുന്നു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇയാളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച സമയത്ത് അയാൾ ചില കണ്ടീഷൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. അയാൾ പറഞ്ഞു, ഓ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഇസ്ലാമൊക്കെ സ്വീകരിക്കാം, പക്ഷേ ഒരു കണ്ടീഷൻ. ഒന്നാമത്തെ കണ്ടീഷൻ, എനിക്ക് നിങ്ങൾ അധികാരം നൽകണം. അധികാരം മൊത്തം പ്രദേശങ്ങളുടെ അധികാരമൊന്നും വേണ്ട, പട്ടണവും മറ്റുമെല്ലാം നിങ്ങൾ തന്നെ എടുത്തു. എനിക്ക് ആ ബദുക്കരുടെ ആ ലാൻഡ് അതിൻ്റെ മുഴുവൻ അധികാരിയായിട്ട് എന്നെ നിയമിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇസ്ലാം സ്വീകരിക്കാം. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. ശേഷം അയാൾ പറഞ്ഞു, ഇനി അതിന് നിങ്ങൾക്ക് പ്രയാസമാണെങ്കിൽ അക്കൂന് ഖലീഫത്തക്, നിങ്ങളുടെ ശേഷം എന്നെ നിങ്ങൾ പിൻഗാമിയായിട്ട് നിങ്ങൾ പ്രഖ്യാപിക്കണം. അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പാടെ അവഗണിച്ചു. കാരണം ഈ രൂപത്തിലുള്ള ആളുകൾ നമുക്ക് എന്തിനാണ്. അയാൾ പറഞ്ഞു, നിങ്ങളിതൊന്നും കേൾക്കുന്നില്ലെങ്കിൽ ആ ഗത്ഫാൻ ഗോത്രക്കാരെ, ഗത്ഫാൻ എന്നുള്ള വലിയ ഗോത്രമാണ്, ആ ഗോത്രക്കാരെ കൂട്ടി ഞാൻ വരും, നിങ്ങൾ ഓടിക്കുമെന്നെല്ലാം ഭീഷണിയെല്ലാം മുടക്കി കാലങ്ങൾക്ക് മുമ്പ് അയാൾ പോയതാണ്. പക്ഷേ ഈ ഒരു സമയത്ത് ആ അബൂബറാഇൻ്റെ സംരക്ഷണത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ആ കത്തുമായിട്ട് ഹറാം ബിൻ മിൽഹാൻ റളിയല്ലാഹു അൻഹു അയാളുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ കത്ത് തുറന്ന ഉടനെ തന്നെ അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അനുയായികളോടും ശക്തമായിട്ടുള്ള കഠിനമായിട്ടുള്ള പക അയാൾ അകത്ത് സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കത്ത് തുറന്ന ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന അയാളുടെ അനുയായികളിൽപ്പെട്ട ഒരാൾക്ക് അയാൾ കണ്ടുകൊണ്ടെന്തോ ഒരു ആക്ഷൻ, ഒരു ഇഷാറ, ഒരു സിഗ്നൽ അയാൾ നൽകി. ആ സിഗ്നൽ ലഭിച്ച ഉടനെ അനുയായികളിൽപ്പെട്ട ഒരു വ്യക്തി, ജബ്ബാർ ബിൻ സലമ എന്നുള്ള പേരിലുള്ള ഒരു വ്യക്തി, ഒരു കുന്തുമായിട്ട് ഓടി വന്ന് പിറകിൽ നിന്നും ഹറാബ് ബിൻ മിൽഹാൻ റളിയല്ലാഹു അൻഹുവിനെ ആഞ്ഞു കുത്തുകയാണ്. അദ്ദേഹം പെട്ടെന്ന് ആ കുത്തുകൊണ്ട് ആ കുന്തം പിറകിൽ നിന്ന് തുളച്ച് മുന്നിലൂടെ വരികയാണ്. ഹറാം ബിൻ മിൽഹാൻ റളിയല്ലാഹു അൻഹു ആ കുത്തുകൊണ്ട ഉടനെ തന്നെ ആ രക്തം വന്ന് അദ്ദേഹം അവിടെ വീടാണ്. ആ വീടുന്ന ആ കുത്തുകൊണ്ട ഉടനെ തന്നെ ഹറാം ബിൻ മിൽഹാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വായിൽ നിന്നും വന്ന ഒരു പ്രതികരണം സ്വഹീൽ ബുഖാരിയിലുള്ള ഹദീസിൽ കാണാൻ സാധിക്കും. ആ കുത്തുകൊണ്ട ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു, അല്ലാഹു അക്ബർ ഫുസ്തു വറബ്ബുൽ കഅബ, അതായത് കഅബയുടെ നാഥനാണ് ഞാൻ, വിജയിച്ചു, ഞാൻ നേടി. അതാണ് അവസാനമായിട്ട് പറഞ്ഞത്. അദ്ദേഹം ആ ഷഹീദാവാൻ അങ്ങേയറ്റം ആഗ്രഹിച്ചിരിക്കാം, അതിനുവേണ്ടി കാലങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ വിജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് മരണപ്പെട്ട് വീഴുന്നത്.
അപ്പോൾ അത് കേട്ട് നിന്ന് ആ കുന്തം കൊണ്ട് കുത്തിയ വ്യക്തി ജബ്ബാർ ബിൻ സലമ അയാൾ അന്താളിച്ചു പോവാണ്. എന്താണ് ഇയാൾ ഈ പറയുന്നത്? മരണം എങ്ങനെയാണ് വിജയമാവുക? കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം മരണത്തോടും എല്ലാം അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാം അവസാനിക്കുന്നത് എങ്ങനെയാണ് വിജയമായിട്ട് മാറുക? ഈ അവസാനമായിട്ട് നടത്തിയ ആ പ്രതികരണം ആ കുത്തിയ ജബ്ബാർ ബിൻ സലമയെ അങ്ങേയറ്റം ചിന്തിപ്പിക്കുകയാണ്. അയാൾ അതിനെ സംബന്ധിച്ച് ചിന്തിക്കാനും അന്വേഷിക്കാനെല്ലാം ആരംഭിച്ചു. അവസാനം അയാളത് മനസ്സിലാക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ചില മുസ്ലിം സുഹൃത്തുക്കളെ തന്നെ അയാൾ സമീപിച്ചു. സീറത്ത് ഇബ്നു ഹിശാമിൽ കാണാൻ സാധിക്കും. അയാൾ ചില ആളുകളെ സമീപിച്ചുകൊണ്ട് അവരോട് ചോദിച്ചു, മാ മഅന ഖൗലിഹി ഫുസ്തു, ആ റബ്ബുൽ കഅബ എന്നുള്ളത് എനിക്ക് മനസ്സിലായി, ഫുസ്തു എന്നുള്ളത് കൊണ്ട് അയാൾ എന്താണ് ഉദ്ദേശിച്ചത്, എങ്ങനെയാണത് വിജയമാവുക? അപ്പോൾ അവർ പറഞ്ഞു യാനി ബിൽ ജന്ന, അതായത് ആ വിജയം എന്നുള്ളത് ആ സ്വർഗം കൊണ്ട് വിജയിച്ചു എന്നാണ് അയാൾ ഉദ്ദേശിച്ചത്. അതായത് അയാൾ മരണപ്പെടുന്നതോടുകൂടെ ഷഹീദായ അയാൾ പിന്നീട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ അയാളുടെ ആ പ്രതികരണവും അവരുടെ ആ മറുപടിയെല്ലാം ഈ കുത്തിയ ജബ്ബാർ ബിൻ സലമയെ അങ്ങേയറ്റം സ്വാധീനിച്ച അയാൾ ഇസ്ലാമിൽ ആകർഷനായിട്ട് പിന്നീട് അയാൾ ഇസ്ലാം സ്വീകരിക്കുകയാണ്. ചിന്തിച്ച് നോക്കുക നിങ്ങൾ. അപ്പോൾ ആ മരണസമയത്തെ പ്രതികരണം കണ്ട് ഈ കുത്തിയ വ്യക്തി പിന്നീട് ഇസ്ലാമായിട്ട് തീരാണ്. നേരത്തെ റജീഅ സംഭവം കഴിഞ്ഞ ഭാഗത്തിൻ്റെ അവസാനത്തിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഖുബൈബ് ബിൻ അദീ റളിയല്ലാഹു അൻഹുവിനെയും മക്കയിൽ പരസ്യമായിട്ട് അവർ തൂക്കിക്കൊന്ന ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ മരണസമയത്തെ പ്രതികരണം കണ്ട് കണ്ടുനിന്ന സഈദ് ബിൻ ആമിർ അൽ ജുമഹി റളിയല്ലാഹു അൻഹു അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിച്ച് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ആ ഗവർണർ പദവിയെല്ലാം അലങ്കരിച്ച ആ ഒരു ചരിത്രമെല്ലാം കഴിഞ്ഞ ഭാഗത്ത് നാം പറഞ്ഞിരുന്നു. സുബ്ഹാനല്ലാഹ്. ഈ ഒരു സ്വഹാബി ഹറാം ബിൻ മിൽഹാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കാം. അദ്ദേഹത്തിൻ്റെ മരണസമയം അത് ഭൂമിയിൽ അവസാനത്തെ കർമ്മം എന്നുള്ളത് ഒരേ സമയം ഷഹാദയും അതേപോലെ തന്നെ ദഅവത്തുമായിട്ട് തീരുകയാണ്. അയാൾ ഷഹീദായി, അതോടൊപ്പം അയാളുടെ ആ ഷഹീദായത് അത് ദഅവത്തായി, അത് കാരണം മറ്റൊരാൾ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്, അത്ര മനോഹരമാണ്. അപ്പോൾ നമ്മൾ ആ ചരിത്രത്തിലേക്ക് തന്നെ തിരിച്ചു വരാണ്. അപ്പോൾ ആ കത്തുമായിട്ട് വന്ന റസൂലുള്ളാഹിൻ്റെ ആ ദൂതനെ ആ ഗോത്രത്തലവൻ ആമിർ ബിൻ തുഫൈൽ അവിടെ വെച്ച് വധിക്കുകയാണ്. ഏറ്റവും വലിയൊരു അപരാധമാണ് അയാൾ ചെയ്തത്. കാരണം ഈ രൂപത്തിൽ സന്ദേശമായിട്ട് വരുന്ന മെസ്സഞ്ചർമാർ അല്ലെങ്കിൽ അംബാസിഡർമാർ അവരെ വധിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ നീചകൃത്യമാണ്. അത് അക്കാലഘട്ടത്തിൽ നിന്നല്ല എക്കാലഘട്ടത്തും ആ രൂപത്തിലാണ് അതിനെ കണക്കാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സമകാലിക ലോകത്തും അംബാസിഡർമാർ അവർ എന്നും സുരക്ഷിതരാണ്. ഇപ്പോൾ ഏതെങ്കിലും രണ്ട് രാജ്യങ്ങൾക്കിടയിൽ പ്രശ്നം വരികയാണെങ്കിൽ, രണ്ട് രാജ്യങ്ങൾ പരസ്പരം യുദ്ധം പ്രഖ്യാപിക്കുകയാണെങ്കിൽ ആദ്യം ചെയ്യുക എംബസി അടച്ച് ആ രണ്ട് ഭാഗത്തുള്ള ഡിപ്ലോമാറ്റ്സിനെ അവർ സേഫായിട്ട് നാട്ടിലേക്ക് തിരിച്ചയക്കും. അവർ സുരക്ഷിതരാണ്. ഏതെങ്കിലും ഒരു അംബാസിഡറെ വധിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ അവരുമായിട്ടുള്ള യുദ്ധപ്രഖ്യാപനമാണ്. അപ്പോൾ നമുക്കറിയാം ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു ടാൻജൻ്റാണ് മനസ്സിലാക്കിയിരിക്കുക. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരാളും ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു എപ്പിസോഡാണ് തർത്താരികൾ, മംഗോളികളുടെ ആക്രമണം, ചെങ്കിസ് ഖാൻ്റെ ആക്രമണം. അത് യഥാർത്ഥത്തിൽ അക്കാലഘട്ടത്തുണ്ടായിരുന്ന ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരു ഭരണാധികാരി, അയാളുടെ അവിവേകമായിട്ടുള്ളൊരു പ്രവർത്തനത്തിൻ്റെ പരിണിത ഫലമായിരുന്നു. ചെങ്കിസ് ഖാൻ അയച്ച ഒരു അംബാസിഡർ, ഒരു മെസ്സഞ്ചറെ ഈ ഭരണാധികാരി ഖവാരിസം ഷാ അയാൾ ആ അംബാസിഡർമാരെ വധിച്ചു. അതിൻ്റെ പ്രതികാരമായിട്ടാണ് ചെങ്കിസ് ഖാൻ വലിയൊരു പടയുമായിട്ട് ഇറാഖിലേക്ക് വന്നതും പിന്നീട് ആ നരനായിട്ട് നടത്തിയതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട ഒരു കാരണം ആ ചെങ്കിസ് ഖാൻ്റെ മെസ്സഞ്ചറെ വധിച്ചതായിരുന്നു. അപ്പോൾ ആ രൂപത്തിലാണ് അത് എക്കാലഘട്ടത്തും കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മെസ്സഞ്ചറെ വധിച്ചു എന്ന് മാത്രമല്ല, രണ്ടാമതായിട്ട് അതും ഇതേ ഗോത്രത്തിൽപ്പെട്ട അയാളുടെ ഒരു കസിൻ, അതായത് അയാളുടെ മറ്റൊരാൾ ആ അബൂബറ സംരക്ഷണം നൽകിയ ഒരു വ്യക്തിയാണ് അയാൾ വധിച്ചിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും വലിയൊരു അപരാധമായിട്ട് മാറുകയാണ്. അപ്പോൾ നീചനായിട്ടുള്ള ആമിർ ബിൻ തുഫൈൽ അയാൾ ചെയ്ത ആ പ്രവർത്തനത്തിൻ്റെ ഗൗരവം കൃത്യമായിട്ട് അയാൾക്ക് അറിയായിരുന്നു. എന്നിട്ടും അയാൾ അവിടെ നിർത്താതെ അയാൾ വീണ്ടും ചിന്തിക്കുകയാണ്, ഏതായാലും ഒരാളെ ഞാൻ വധിച്ചു, ഇനി മറ്റുള്ള ആളുകളെ മാത്രം എന്തിനാണ് വെറുതെ വിടുന്നത്? അപ്പോൾ അയാളുടെ അകത്തുള്ള ആ പക കാരണം ആ സംഘത്തിലുള്ള മുഴുവൻ ആളുകളെയും വധിക്കാൻ വേണ്ടി അയാൾ അടുത്തതായിട്ട് പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ്. ഒറ്റയ്ക്ക് ചെയ്യാൻ വയ്യ, അതുകൊണ്ട് തന്നെ സമീപത്തുള്ള ചില ഗോത്രങ്ങളെല്ലാം സമീപിച്ച് അയാൾ അതിനുവേണ്ടി സഹായം അഭ്യർത്ഥിച്ചു. പക്ഷേ അവിടെയുള്ള ഒരു ഗോത്രക്കാരും അയാളെ സഹായിക്കാൻ സന്നദ്ധമായില്ല. അവർ പറഞ്ഞു, നമ്മൾ സംരക്ഷണം നൽകിയ ഒരു കൂട്ടരെ നമ്മളെങ്ങനെയാണ് വധിക്കുക? അപ്പോൾ പല ആളുകളും അതിന് സന്നദ്ധമായില്ല. അവസാനം ഈ ബനു ആമിറിൻ്റെ തന്നെ സഖ്യഗോത്രങ്ങളിൽപ്പെട്ട 3 ഗോത്രങ്ങൾ, തീർച്ചയായിട്ടും അവരെ പണവും മറ്റു പ്രലോഭനങ്ങളെല്ലാം നൽകി അയാൾ വശത്താക്കിയതാകണം. 3 ഗോത്രങ്ങൾ അതിനുവേണ്ടി അയാളോടൊപ്പം കൂട്ടുനിൽക്കാൻ വേണ്ടി അവർ സമ്മതം നൽകുകയാണ്. ആ 3 ഗോത്രങ്ങൾ, ഒന്ന് റിയൽ, അതേപോലെ തന്നെ ദഖ്വാൻ, അതേപോലെ തന്നെ അസിയ. ഈ 3 ഗോത്രങ്ങളാണ് ഈ ഒരു നീചകൃത്യത്തിന് ഈ ആമിർ ബിൻ തുഫൈലിനോടൊപ്പം ചേരുന്നത്. അങ്ങനെ അവർ ഒരു സൈന്യത്തെ എല്ലാം ഒരുക്കുകൂട്ടി. അതായത് ആ സൈന്യത്തിൻ്റെ എണ്ണം ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധ്യമല്ല, നമുക്ക് ഊഹിക്കാവുന്നതാണ്. 200 അതല്ലെങ്കിൽ മാക്സിമം 500ഓളം വരുന്ന ഒരു സംഘം. ആ സംഘം പോയി ഈ നേരത്തെ പറഞ്ഞ ആ കിണറിനടുത്ത്, ആ ബിഅർ മഊനൊക്കെ അടുത്ത് നിൽക്കുന്ന 70ഓളം വരുന്ന ആളുകളെ ഈ ഒരു വലിയ സൈന്യം വന്ന് അവരെ വളയുകയാണ്.
അപ്പം തികച്ചും അപ്രതീക്ഷിതമായിട്ട് ഈ ഒരു വലിയ സൈന്യം വന്നവരെ വളഞ്ഞ സമയത്ത് സ്വഹാബികൾ ഒന്നടങ്കം അവരെന്ത് ചെയ്യാനാണ്? കാരണം അവർ യുദ്ധത്തിന് വേണ്ടി വന്ന ആളുകളല്ല, അവർ പഠിപ്പിക്കാൻ വേണ്ടി വന്നവരാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിൽ ഭൂരിപക്ഷ ആളുകളും ആയുധധാരികളായിരുന്നില്ല. വളരെ കുറച്ച് ആളുകളുടെ അടുത്ത് മാത്രമാണ് ചില ആയുധങ്ങളുള്ളത്. എന്നിട്ടും അവർ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ വെച്ച് അവർ പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രതീക്ഷിക്കുന്നത് പോലെ നിമിഷ നേരം കൊണ്ട് തന്നെ ഈ വലിയ സൈന്യം വന്ന് ഓരോ ആളുകളെയും അറുകൊല ചെയ്ത് ആ 70-ൽ 66 ആളുകളെയും ആ ഒരു സ്പോട്ടിൽ ആ കിണറിന് ബിഅർ മഊനക്ക് സമീപം മുഴുവൻ ആളുകളെയും അവർ കൂട്ടക്കൊല ചെയ്യുകയാണ്. നേരത്തെ പറഞ്ഞ ആമിർ ഇബ്നു ഫുഹൈറ റളിയല്ലാഹു അൻഹു അടക്കം 66 ആളുകൾ അവിടെ വെച്ച് ഷഹീദാവുകയാണ്. അപ്പോൾ ബാക്കിയുള്ള 4 ആളുകൾ, അതിൽ ഒരാൾ അവർ നേരത്തെ തന്നെ വധിച്ച് നമ്മൾ പറഞ്ഞു, ഹറാം ഇബ്നു മിൽഹാൻ റളിയല്ലാഹു അൻഹു. പിന്നീട് 3 ആളുകൾ മാത്രമാണ് ഈ ഒരു സംഘത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അതിൽ ഒരാൾ ഈ ഒരു സ്പോട്ടിൽ തന്നെയുണ്ട്. അതായത് അവർ സ്വഹാബികൾ ഓരോരുത്തരെയായിട്ട് വധിച്ച് ആ രക്തത്തിൽ കുളിച്ച അവരുടെ മയ്യത്തുകളെല്ലാം ഒരു ഭാഗത്ത് കുന്നുകൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ മയ്യത്തുകൾക്കിടയിൽ ഒരാൾ അവിടെ മരണപ്പെടാതെ കിടക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വെട്ടെല്ലാം ഏറ്റ് ശത്രുക്കൾ അയാളെ വധിച്ചു എന്നുള്ള ധാരണയിൽ അവിടെ ഉപേക്ഷിച്ച് പോവുകയാണ്. പക്ഷേ അയാൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ശത്രുക്കൾ ആ സ്ഥലം വിട്ടു പോയതിന് ശേഷം ആ മയ്യത്തുകൾക്കിടയിൽ നിന്നും അയാൾ എഴുന്നേറ്റ് വരികയാണ്. അത് പ്രസിദ്ധനായിട്ടുള്ള സ്വഹാബി കഅബ് ബിൻ നജ്ജാർ റളിയല്ലാഹു അൻഹു ആണ്. കഅബ് ബിൻ സെയ്ദ് ബിൻ നജ്ജാർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പിന്നീട് അവിടെ നിന്ന് എഴുന്നേറ്റ് ആ മുറിവേറ്റ ശരീരമായിട്ട് രഹസ്യമായിട്ട് മദീനയിലേക്ക് രക്ഷപ്പെട്ട് വീണ്ടും ഒരല്പകാലം മദീനയിൽ ജീവിക്കുന്നുണ്ട്. ശേഷം ഒരല്പം കഴിഞ്ഞ് വരുന്ന ആ ഖന്തഖ് യുദ്ധത്തിലും അയാൾ പങ്കെടുത്ത് പോരാടി അവസാനം ആ ഖന്തഖ് യുദ്ധത്തിൽ അയാൾ ഷഹീദായിട്ട് തീരുകയാണ്. അതാണ് അയാളുടെ ചരിത്രം. ഇനി അവശേഷിക്കുന്ന 2 ആളുകൾ, അവർ യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവം അരങ്ങേറുന്ന സമയത്ത് ആ സ്പോട്ടിൽ ഉണ്ടായിരുന്നില്ല. അവർ ഒട്ടകങ്ങളെ മേയ്ക്കാനോ അതല്ലെങ്കിൽ ഭക്ഷണം വാങ്ങാനോ വേണ്ടി അവർ ദൂരേക്ക് പോയതായിരുന്നു. അങ്ങനെ അവർ പോയ ആ സമയത്താണ് ഈ ഒരു കൂട്ടക്കൊലയെല്ലാം അവിടെ അരങ്ങേറുന്നത്. അങ്ങനെ ഒരല്പസമയത്തിന് ശേഷം അവർ തിരിച്ചു വരികയാണ്. തിരിച്ചു വരുന്ന സമയത്ത് ഏകദേശം ആ ഒരു ക്യാമ്പിന് സമീപത്തെത്താനായ സമയത്ത് അവരൊരു കാഴ്ച കാണുകയാണ്. ആകാശത്തുടനീളം നിരവധി കഴുകന്മാർ വട്ടമിട്ട് പറക്കുന്ന കാഴ്ച അവരുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അത് മരുഭൂമിയിൽ ആ രൂപത്തിലുള്ളൊരു കാഴ്ച തികച്ചും ഒരു ബാഡായിട്ടുള്ളൊരു സിഗ്നലാണ്. അതായത് നിരവധി ശവശരീരങ്ങൾ ആ ഭാഗത്തുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ്. അപ്പം അത് കണ്ട ഉടനെ തന്നെ തങ്ങൾ പോയ സമയത്ത് എന്തോ ഒരു അപകടം തങ്ങളുടെ സഹോദരന്മാർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ കൂടുതൽ സമയമൊന്നും ആയിട്ടില്ല, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വന്ന ശത്രുക്കൾ ആ സമയത്തും ആ സ്പോട്ടിൽ ഉണ്ടാകുമെന്നെല്ലാം അവർ മനസ്സിലാക്കുകയാണ്. അങ്ങനെ അവരെന്ത് ചെയ്യുമെന്ന് ഈ 2 ആളുകൾ തമ്മിൽ ചർച്ച ചെയ്യുകയാണ്. ഈ രണ്ടാളുകൾ ഒന്നാമത്തത് അംർ ഇബ്നു ഉമയ്യ അൽ-ദംരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം മുഹാജിറാണ്. മറ്റൊന്ന് അൻസാരി ആയിട്ടുള്ള മുൻദിർ ഇബ്നു ഉഖ്ബ റളിയല്ലാഹു അൻഹു. ഈ 2 ആളുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അംറും മുൻദിറും റളിയല്ലാഹു അൻഹുമ ഈ 2 ആളുകളും പരസ്പരം ചർച്ച ചെയ്യുകയാണ്. മുൻദിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഏതായാലും അങ്ങോട്ട് പോവാണ്, കാരണം ഞാൻ അവരുടെ കൂടെ വന്ന ആളാണ്. അപ്പോൾ അവർക്ക് എന്താണോ സംഭവിച്ചത് അത് ഏറ്റുവാങ്ങാൻ ഞാനും സന്നദ്ധനാണ്. അവരെല്ലാം മരണപ്പെട്ട് ഞാൻ മാത്രം ജീവനോടെ പോയി അവരുടെ മരണവാർത്ത അറിയിക്കുന്ന ഒരാളാകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതാണ് മുൻദിർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് അംർ ഇബ്നു ഉമയ്യ അൽ-ദംരി റളിയല്ലാഹു അൻഹു അദ്ദേഹം നേരെ എതിരഭിപ്രായക്കാരനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നമ്മൾ 2 പേരും പോയാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവർ ശത്രുക്കൾ ഏതായാലും ആ സ്പോട്ടിൽ അവിടെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ പോയി ആ തല വെച്ച് കൊടുക്കണം. ആ രൂപത്തിലാണ് അംർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഏതായിരുന്നാലും അവസാനം ഈ മുൻദിർ റളിയല്ലാഹു അൻഹു അംർ റളിയല്ലാഹു അൻഹുവിനെ കൺവിൻസ് ചെയ്ത് 2 ആളും ഒരുമിച്ച് തന്നെ ആ സ്പോട്ടിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ അവർ ഒരല്പം നടന്ന് ബിഅർ മഊനക്ക് സമീപം അവരെത്തുകയാണ്. അവിടെ എത്തിയ സമയത്ത് അവർ പ്രതീക്ഷിച്ച പോലെ തന്നെ ആ ഞടുക്കുന്ന ആ കാഴ്ച കൂടെ വന്ന സഹോദരങ്ങളെ മുഴുവൻ അവർ വധിച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, അവർ പ്രതീക്ഷിച്ച പോലെ തന്നെ ശത്രുക്കൾ ആ സ്പോട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ശത്രുക്കൾ ഈ 2 ആളെ കണ്ട ഉടനെ തന്നെ അവർക്ക് നേരെ കുതിച്ച് 2 ആളുകളെയും അവർ പിടികൂടി, അവർ ബന്ദികളാക്കി. പക്ഷേ മുൻദിർ റളിയല്ലാഹു അൻഹു കീഴടങ്ങാൻ സന്നദ്ധമായില്ല. അദ്ദേഹം ഒറ്റയ്ക്ക് തന്നെ അവരോട് നേരിടാൻ ശ്രമിച്ചു. പക്ഷേ നിമിഷ നേരം കൊണ്ട് അവർ അദ്ദേഹത്തെയും വധിച്ചു. ചിന്തിച്ചു നോക്കുക. അതായത് ഒരല്പം മുമ്പ് മുൻദിർ റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നു, എൻ്റെ സഹോദരങ്ങൾക്ക് എന്താണോ സംഭവിച്ചത് അത് ഏറ്റുവാങ്ങാൻ ഞാനും സന്നദ്ധനാണ്. അദ്ദേഹം അവിടെ വെച്ച് ഷഹീദാവാൻ. പിന്നീട് ഒരേ ഒരാൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്ന ഒരേ ഒരാൾ ഈ അംർ ഇബ്നു ഉമയ്യ അൽ-ദംരി റളിയല്ലാഹു അൻഹു മാത്രമാണ്. മുഹാജിറായിട്ടുള്ള അദ്ദേഹത്തെ അവർ ബന്ദിയാക്കി അവർ ആ ഗോത്രക്കാർ അദ്ദേഹത്തെ കൊണ്ടുപോവാണ്. അങ്ങനെ അദ്ദേഹത്തെ കൊണ്ടുപോയി ആ ഗോത്രത്തലവൻ ആമിർ ഇബ്നു തുഫൈൽ ഒരല്പ ദിവസത്തിന് ശേഷം അംർ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ മുടിയെല്ലാം പഠിച്ചതിന് ശേഷം അയാളെ സ്വതന്ത്രനാക്കുകയാണ്. അദ്ദേഹത്തോട് തിരികെ പോകാൻ വേണ്ടി പറയാണ്. അപ്പോൾ അംർ റളിയല്ലാഹു അൻഹു എല്ലാ അർത്ഥത്തിലും ഞെട്ടാണ്. കാരണം മറ്റുള്ള ആളുകളെല്ലാം വധിച്ച് തന്നെ മാത്രം എന്തിനാണ് ജീവനോടെ തിരികെ വിടുന്നത്? കാര്യമൊന്നും അദ്ദേഹത്തിന് മനസ്സിലായില്ല. എങ്കിലും അദ്ദേഹം ആ തിരികെ കിട്ടിയ ജീവനായിട്ട് അദ്ദേഹം ഉടനെ തന്നെ മദീനയിലേക്ക് തിരിക്കുകയാണ്. അതിൻ്റെ കാരണം
യാമിർ ബിൻ തുഫൈൽ അനുയായികളായിട്ട് പങ്കുവെക്കുന്നുണ്ട്. അയാളെ വെറുതെ വിടാനുണ്ടായ കാരണം, എൻ്റെ മാതാവ് നേരത്തെ ഒരടിമയെ മോചിപ്പിക്കുന്ന മുമ്പൊരു ഒരു പ്രതിജ്ഞ ചെയ്തിരുന്നു. ആ പ്രതിജ്ഞ ഇതുവരെ വീട്ടാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അംറിനെ സ്വതന്ത്രനാക്കിയത്. അതോടൊപ്പം തന്നെ ആ ഒരു ന്യൂസ് മദീനയിലേക്ക് എത്തിക്കാൻ ഈ രൂപത്തിലുള്ള ചില കാരണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടാകണം. അല്ലാഹു അലം. ഏതായിരുന്നാലും അംർ ബിൻ ഉമയ്യ റളിയല്ലാഹു അൻഹു ആ ഒരു ലഭിച്ച പുതുജീവനുമായിട്ട് അദ്ദേഹം ഏകാന്തനായിട്ട് അത്യധികം ദുഃഖത്തോടു കൂടെ മദീനയിലേക്ക് തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇങ്ങോട്ട് വരുന്ന സമയത്ത് കൂടെ 69ഓളം സഹോദരങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. അവർ അത്യധികം പ്രതീക്ഷയോടുകൂടെ സന്തോഷത്തോടു കൂടെ വന്നതാണ്. ആ വന്ന സഹോദരങ്ങളെ മുഴുവൻ ആ ക്രൂരമായിട്ട് കൺമുമ്പിൽ വെച്ച് അവർ വധിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഓർമ്മകളും അതേപോലെ തന്നെ അദ്ദേഹത്തിന് അത്യധികം ആശങ്കയും ആ ഒരു ദുഃഖഭാരമെല്ലാം പേറിക്കൊണ്ടാണ് ഏകാന്തനായിട്ട് അദ്ദേഹം മദീനയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, തന്നെ മാത്രം ജീവനോടെ വിട്ടതിൻ്റെ കാര്യമൊന്നും അദ്ദേഹത്തിന് അറിയില്ല. ഇനി പോകുന്ന വഴിയിൽ വെച്ച് വധിക്കാനുള്ള വല്ല പദ്ധതിയുണ്ടോ? ഈ രൂപത്തിലുള്ള ആശങ്കയും ദുഃഖവും എല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരുപാട് ദൂരം താണ്ടി മദീനയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വഴിയിൽ യാത്രക്കാരെല്ലാം വിശ്രമിക്കുന്നൊരു പോയിന്റിലെത്തിയ സമയത്ത് അദ്ദേഹം റെസ്റ്റ് എടുക്കാൻ വേണ്ടി അവിടെ നിന്നു. അവിടെ 2 ആളുകൾ അദ്ദേഹം യാദൃശ്ചികമായിട്ട് കണ്ടുമുട്ടുകയാണ്. അപ്പോൾ അദ്ദേഹം അവരോട് അന്വേഷിച്ചു, മിമ്മൻ അൻതുമ, നിങ്ങൾ ആരാണ്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ മിൻ ബനി ആമിർ, ബനു ആമിർകാരാണ്. അതായത് ബനു ആമിറിൻ്റെ ഒരു സഖ്യഗോത്രം ബനു കിലാബ് ഗോത്രക്കാരാണ്. അപ്പോൾ ഈ സ്വഹാബി അംർ ബിൻ ഉമയ്യ റളിയല്ലാഹു അൻഹുവിന് അധികമൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. കാരണം ഇവർക്ക് വരവിൻ്റെ പിന്നിൽ എന്തോ ഒരു ഗൂഢോദ്ദേശം ഉണ്ടാകും, അതല്ലാതെ ഇവിടെ വരേണ്ട ആവശ്യമില്ല. അത് മാത്രമല്ല, തൻ്റെ കൂടെയുള്ള 69 ആളെ കൊന്നതെല്ലാം ഈ ഗോത്രക്കാരാണ്. അപ്പം അതിയായ ദേഷ്യം തോന്നി ഒരു അവസരത്തിന് വേണ്ടി അദ്ദേഹം കാത്തു നിൽക്കുകയാണ്. പിന്നെ ഈ 2 ആളുകൾ ആ വിശ്രമിക്കാൻ വേണ്ടി അവിടെ ഇരുന്ന് അവർ ഉറങ്ങിപ്പോവുകയാണ്. ആ ഉറങ്ങിയ അവസരത്തിൽ അംർ ബിൻ ഉമയ്യ റളിയല്ലാഹു അൻഹു ഈ 2 ആളുകളെയും വകവരുത്തുകയാണ്. വകവരുത്തിയതിന് ശേഷമാണ് അവരുടെ കയ്യിലുള്ള ഒരു കുറിപ്പ്, ഒരു കത്ത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഈ കത്ത് അദ്ദേഹം തുറന്നു നോക്കിയ സമയത്ത് അദ്ദേഹം അന്താളിച്ചു പോവാണ്. കാരണം അവർ മദീനയിൽ നിന്നാണ് വരുന്നത്. മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഒരു സംരക്ഷണ വാഗ്ദാനം ചെയ്തുകൊണ്ട് കൊടുത്ത ഒരു കരാർ, അല്ലെങ്കിൽ ആ രൂപത്തിൽ കുറിച്ച ഒരു കരാറാണ് ആ കത്തിലുള്ളത്. ആ സമയത്താണ് അദ്ദേഹത്തിനെ പറ്റിയ അപകടം അദ്ദേഹത്തിന് മനസ്സിലാകുന്നത്. ഏതായിരുന്നാലും ആ ഒരു സംഭവത്തിന് ശേഷം അദ്ദേഹം നടന്ന് അവസാനം മദീനയിലെത്തുകയാണ്. അദ്ദേഹം മദീനയിലെത്തി ഉണ്ടായ സംഭവങ്ങളെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പങ്കുവെക്കുകയാണ്. ആ വഴിയിൽ വെച്ച് 2 ആളുകളെ വധിച്ചതും ഇൻഷാ അല്ലാഹ് അതിലേക്ക് ഞാൻ പിന്നീട് വരും. അപ്പോൾ ഈ ഒരു വാർത്ത അറിഞ്ഞ സമയത്ത് റസൂലുള്ളാഹിൻ്റെ പ്രതികരണം, ചില വാഖിദിയെ പോലെയുള്ള ചരിത്രകാരന്മാർ സൂചിപ്പിക്കുന്നത് ഈ 2 ദുരന്തങ്ങളുടെയും വാർത്ത, റജീഉം അതേപോലെ തന്നെ ബിഇർ മഊന, ഈ 2ൻ്റെയും വാർത്ത ഒരേ സമയത്തായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചത്. അപ്പോൾ അത് അറിഞ്ഞ സമയത്ത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട 80ഓളം അനുയായികൾ അവർ വഞ്ചിച്ച് വധിച്ചിരിക്കുകയാണ്. അതും ഈ ഒരു സന്ദർഭം ഉഹുദ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഉഹുദിൽ മൊത്തം 70ഓളം ആളുകളാണ് ഷഹീദായത്. അതിനേക്കാൾ ഏറെയാണ് ഇവിടെ. അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ചൂസ് ചെയ്ത ഏറ്റവും സമർത്ഥരായിട്ടുള്ള 80ഓളം അനുയായികളെ അവർ കൂട്ടക്കൊല ചെയ്തിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു സംഭവം റസൂലുള്ളാഹിൻ്റെ ഹൃദയത്തിലുണ്ടാക്കിയ മുറിവ് അഗാധമായിരുന്നു. റസൂലുള്ളാഹി അത്യധികം വിഷമിക്കുകയാണ്. ആ വിഷമം കാരണം ഈ ബിഇർ മഊനയിലും ഈ ഒരു സ്വഹാബികളെ വധിച്ച ആ ഗോത്രക്കാർക്കെതിരെ തുടർച്ചയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1 മാസത്തോളം നമസ്കാരത്തിൽ കൈകൾ ഉയർത്തി അവർക്കെതിരെ പ്രാർത്ഥിക്കുകയാണ്. ഫദാലിക ബദഉൽ ഖുനൂത്ത്, അതാണ് ഖുനൂത്തായിട്ട് അറിയപ്പെടുന്നത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസിൽ പറയുന്നുണ്ട്, ഫദഅ അലൈഹിം 40 സ്വബാഹൻ, ഈ ക്രൂരത ചെയ്ത ആ ഗോത്രക്കാർ, ആ റിഅൽ അതേപോലെ തന്നെ ദക്വാൻ, അസിയ, ബനു ആമിർ, ഈ ഗോത്രക്കാർക്കെതിരെ തുടർച്ചയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാതത്തിൽ റസൂലുള്ളാഹി പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. ഇതേ കാര്യം തന്നെ സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസിൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കാന യഖ്നുതു ഫി സുബ്ഹി വൽ മഗ്രിബ്, റസൂലുള്ളാഹി ഫജ്റിലും അതേപോലെ തന്നെ മഗ്രിബ് നമസ്കാരത്തിലും അത് നിർവഹിച്ചു എന്നുള്ളതാണ്. വ്യത്യസ്ത ഹദീസുകൾ കാണാൻ സാധിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ 4 മദ്ഹബുകൾക്കിടയിൽ വ്യത്യസ്ത വീക്ഷണം ഈ ഒരു വിഷയത്തിലുണ്ട്. അതിലേക്ക് നമ്മൾ പോകുന്നില്ല. പൊതുവേ മുസ്ലിം ഉമ്മത്തിനെ ബാധിക്കുന്ന ഒരു മുസീബത്ത് വരുന്ന സമയത്ത് ഒന്നടങ്കം മുസ്ലിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള പല ആളുകൾ അവഗണിക്കാറുള്ള ഒരു സുന്നത്താണ് ആ നവാസിലെ ഖുനൂത്ത്. റമദാനിലും അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു ദുരന്തമെല്ലാം വരുന്ന സമയത്ത് ഇരു ഹറമുകളിൽ പോലും ഈ രൂപത്തിൽ കൈകളുയർത്തി ഖുനൂത്ത് നിർവഹിക്കാറുണ്ട്. അപ്പോൾ നമുക്കറിയാം, അവസാനത്തെ ആ റക്അത്തിൽ ആ റുക്കുവിന് ശേഷമുള്ള ഇഴ്തിദാലിൽ ഇമാം കൈകൾ ഉയർത്തി അതിൻ്റെ പ്രാർത്ഥനകൾ വ്യത്യസ്ത രൂപത്തിലെല്ലാം ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഈ ഒരു സമയത്ത് നമ്മുടെ ആ പോയിന്റിലേക്ക് വരാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു സമയത്ത് 40ഓളം ദിവസം റസൂലുള്ളാഹി തുടർച്ചയായിട്ട് ആ ഗോത്രക്കാർക്കെതിരെ പ്രാർത്ഥിക്കുകയാണ്. അതുമാത്രമല്ല, ഹദീസിൽ കാണാൻ സാധിക്കും ഈ ഒരു സംഭവത്തെ ആസ്പദമാക്കി
അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ചില വചനങ്ങൾ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു. സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തുടരുകയാണ്, ആ സമയത്ത് അന്നഹും ഖദ് ലഖൂ റബ്ബഹും ഫറദിയ അൻഹും ഫഅർളാഹും, ഈ രൂപത്തിലുള്ള ചില വചനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പം അത്തരം വചനങ്ങൾ ഫകുന്നാ നഖ്റഉ, ആ കാലത്ത് ഞങ്ങൾ പാരായണം ചെയ്തിരുന്നു. അത് പരിശുദ്ധ ഖുർആൻ്റെ ഭാഗമായിരുന്നു. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹിക്മത്ത് പ്രകാരം സുമ്മ നുസിഖ ബഅദു, അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ നീക്കം ചെയ്യപ്പെട്ടു. ആ നസ്ഖു തിലാവ, അതാണ് ഇവിടെ പറയുന്നത്. പല രൂപത്തിൽ, പ്രധാനമായിട്ട് 3 രൂപത്തിലുള്ള നസ്ഖുകളുണ്ട്. അതിൽ ഒന്ന് നമ്മൾ നേരത്തെ മദ്യപാനമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു നിയമം നൽകും, പിന്നീട് അതിനെ ദുർബലപ്പെടുത്തി അടുത്ത നിയമം, ആ രൂപത്തിൽ അതിൻ്റെ മറ്റൊരു രൂപമാണ് ഇവിടെ പറയുന്നത്. അത് ആ ഒരു സമൂഹത്തിൻ്റെ സംസ്കരണത്തിൻ്റെ ഭാഗമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പരിശുദ്ധ ഖുർആനിൽ ആ നസ്ഖിനെ സംബന്ധിച്ച് സൂറത്തുൽ ബഖറയുടെ 106-ാമത്തെ വചനത്തിൽ മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹ നഅതി ബി ഖൈറിൻ മിൻഹ ഔ മിത്ലിഹ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതേപോലെ തന്നെ സൂറത്തു റഅദിൻ്റെ 39-ാമത്തെ ആയത്തിലും സൂറത്തു നഹ്ലിൻ്റെ 101-ാമത്തെ വചനത്തിലെല്ലാം ഈ ഒരു കൺസെപ്റ്റ്, അതായത് ഈ രൂപത്തിലുള്ള നസ്ഖിനെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അത് മറ്റൊരു വിഷയമാണ്. അപ്പോൾ ഏതായിരുന്നാലും ആ രൂപത്തിലുള്ള വചനങ്ങൾ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ആ ഒരു പ്രത്യേക സമയത്ത് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കത്തിൽ തുടർച്ചയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖുനൂത്ത് ഓതി ആ ഗോത്രങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് ഈ ഒരു മൊത്തം സംഭവത്തിൻ്റെ മുഖ്യ സൂത്രധാരനായിട്ടുള്ള ആമിർ ബിൻ തുഫൈൽ, അയാൾ ഒരു പ്രഭാതത്തിൽ പെട്ടെന്ന് രോഗബാധിതനാവുകയാണ്. വളരെ നീചമായിട്ടുള്ള നിന്ദ്യമായിട്ടുള്ളൊരു മരണമാണ് അയാൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. കുഷ്ഠം പോലെ ഒരു വ്രണം അയാളുടെ ശരീരത്തിൽ കക്ഷത്തിൽ നിന്ന് ആരംഭിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുകയാണ്. അതിൽ നിന്നും വരുന്ന ആ ദുർഗന്ധമെല്ലാം കാരണം അവസാനം അയാൾക്ക് ഭ്രാന്ത് പോലെ ഒരവസ്ഥയിലേക്ക് വരുന്നു. സ്വന്തം അനുയായികളാ സ്വന്തം കുടുംബക്കാർ പോലും അയാൾ ഉപേക്ഷിച്ച് പോവാണ്. അവസാനം മരുഭൂമിയിൽ ഒരു ഉപേക്ഷിക്കപ്പെട്ട ഒരു അജ്ഞാത ജഡായിട്ട് ആ രൂപത്തിൽ നിന്ദ്യമായിട്ടുള്ളൊരു മരണം അയാൾ ഏറ്റുവാങ്ങേണ്ടി വരാണ്. അബൂലഹബിൻ്റെ ചരിത്രം ഓർക്കുന്നുണ്ടാകും. ആ രൂപത്തിൽ തന്നെയാണ് അത് ദുനിയാവിലും അതേപോലെ തന്നെ ഇനി ആഖിറത്തിലും പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ ലഹും ഫിദ്ദുനിയ ഖിസിയുൻ വലഹും ഫിൽ ആഖിറത്തി അദാബുൻ അലീം, ഈ ദുനിയാവിൽ അവർക്ക് നിന്ദ്യതയാണ്, മരണാന്തര ജീവിതത്തിൽ കഠിനമായിട്ടുള്ള ശിക്ഷയാണ് അവരെ കാത്തിരിക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ രൂപത്തിൽ ആ ദീനിനോട് വഞ്ചന ചെയ്യുന്ന ആളുകൾ ശക്തമായിട്ടുള്ള ഈ രൂപത്തിലുള്ള നിന്ദ്യത ഇരു ലോകത്തും അവർ ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ളതാണ്. ആ രൂപത്തിലാണ് അത് അവസാനിക്കുന്നത്. അതോടൊപ്പം നമ്മൾ നേരത്തെ പോസ്റ്റ് ചെയ്തൊരു കാര്യം, വഴിയിൽ വെച്ച് അംർ ബിൻ ഉമയ്യ അൽ-ദംരി റളിയല്ലാഹു അൻഹു 2 ആളുകളെ വധിച്ചിരുന്നു. ആ ഒരു വാർത്തയും അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പങ്കുവച്ചു. റസൂലുള്ളാഹി അത് കേട്ട സമയത്ത്, നമ്മുടെ അനുയായികൾ 70ഓളം ആളുകളെ വധിച്ചവർക്കെതിരെ ഇതെങ്കിലും നിനക്ക് ചെയ്യാൻ സാധിച്ചല്ല, നീ പകരം 2 ആളുകളെങ്കിലും വധിച്ചല്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വാഴ്ത്തുകയല്ല ചെയ്തത്. പകരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ പ്രവൃത്തി ഇഷ്ടപ്പെട്ടില്ല. കാരണം ഈ 2 ആളുകൾ അവർ നിരപരാധികളാണ്, അവരതിലൊന്നും പങ്കെടുത്തിട്ടില്ല. അത് മാത്രമല്ല, അവർ ബനു ആമിറിൻ്റെ സഖ്യഗോത്രം ബനു കിലാബുകാരാണ്. അതിനേക്കാൾ ഉപരി റസൂലുള്ളാഹി ഓൾറെഡി അവർക്ക് ആ സംരക്ഷണ വാഗ്ദാനം ആ അമ്ന് എഴുതി നൽകിയിട്ടുണ്ടായിരുന്നു. അതേസമയം തന്നെ മറുവശത്ത് ആ സ്വഹാബിയുടെ ഭാഗത്തു നിന്ന് അംർ ബിൻ ഉമയ്യ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ സമയത്ത് ആ മാനസികാവസ്ഥയെല്ലാം ഞാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു സമയത്ത് അദ്ദേഹം ചെയ്തു പോയതാണ്. അപ്പോൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനും വയ്യ. റസൂലുള്ളാഹി ആ ചെയ്തതിൽ ആ ഒരു പ്രവൃത്തിയിൽ അനിഷ്ടം പ്രകടിപ്പിച്ച് അതിനുള്ള നഷ്ടപരിഹാരം റസൂലുള്ളാഹി പറഞ്ഞു, ഇല്ല അതിയന്നഹുമ, ഞാൻ അവർക്ക് ഈ 2 ആളുകളുടെയും കുടുംബത്തിന് നഷ്ടപരിഹാരം ആ ദിയ നൽകാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയാണ്. അപ്പോൾ ചിന്തിച്ചു നോക്കുക, റസൂലുള്ളാഹി അവിടെ നടപ്പിലാക്കുന്ന നീതി, അത്രയേറെ ക്രൂരത ചെയ്ത അവർക്കാണ് ഈ ഒരു വലിയ നഷ്ടപരിഹാരം. ചില്ലറയല്ല, ഒരാൾക്ക് 100 ഒട്ടകം എന്നുള്ള രൂപത്തിലാണ് ആ ദിയ നൽകേണ്ടത്. അതും ഈ ഉഹുദിൻ്റെ അനന്തരം ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന സമയത്താണ് റസൂലുള്ളാഹി നൽകാൻ പോകുന്നത്. അത് ഇവിടെ മാത്രമല്ല, നമ്മൾ സീറയിൽ പല സമയത്തും, നേരത്തെ മക്കൻ സീറയിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, സ്വന്തം അനുയായികൾ ആ നാട്ടിൽ നിന്ന് ആട്ടി ഓടിച്ച സമയത്ത്, അവർ വധിക്കാൻ വേണ്ടി പിന്തുടരുന്ന ആ സമയത്ത് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ സ്വന്തം ജീവൻ പണയപ്പെടുത്തി അവിടെ തന്നെ നിർത്തി റസൂലുള്ളാഹിനെ ശത്രുക്കളായിട്ടുള്ള ആളുകൾ വിശ്വസിച്ച് ഏൽപ്പിച്ച ആ സാധനങ്ങളെല്ലാം തിരികെ നൽകാൻ വേണ്ടി റസൂലുള്ളാഹി കൽപ്പിച്ചതെല്ലാം നേരത്തെ നമ്മൾ സീറയിൽ കാണുന്നുണ്ട്. അപ്പോൾ ആ നീതി നിർവഹണത്തിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ഒരു പെർഫെക്ഷനാണ്, അതിലെല്ലാം വലിയൊരു മാതൃകയാണ് റസൂലുള്ളാഹിൻ്റെ കാര്യത്തിൽ കാണുന്നത്. അപ്പോൾ അതും അംർ ബിൻ ഉമയ്യ അൽ-ദംരി റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹത്തോട് നൽകാനല്ല റസൂലുള്ളാഹി പറഞ്ഞത്. അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു വീഴ്ച അത് മൊത്തം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേതാവ് എന്നുള്ള നിലക്ക് വലിയൊരു മാതൃക റസൂലുള്ളാഹി അത് ഏറ്റെടുത്ത് ആ ബൈത്തുൽ മാലിൽ നിന്നാണ് റസൂലുള്ളാഹി അത് നൽകാൻ പോകുന്നത്. അതിനുവേണ്ടി ആ സമ്പത്തിൻ്റെ സ്വരൂപണമായിട്ട് ബന്ധപ്പെട്ടാണ് പിന്നീട് ആ ബനൂ നദീറുമായിട്ടുള്ള സംഭവം അരങ്ങേറുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം പ്രത്യേകമായിട്ട് നിങ്ങൾ ഓർത്തു വെക്കുക. ഇനി അവസാനമായിട്ട് ഈ ഒരു പ്രഭാഷണത്തിൻ്റെ ആരംഭത്തിൽ റസൂലുള്ളാഹിനെ വന്ന് കണ്ട അബൂബറ ആമിർ ബിൻ മാലിക്, അദ്ദേഹത്തിൻ്റെ ആ ഒരു സംരക്ഷണ വാഗ്ദാനത്തിൻ്റെ പുറത്താണ് വിശ്വസിച്ച് റസൂലുള്ളാഹി അത്രയേറെ ആളുകൾ അയാളുടെ കൂടെ പറഞ്ഞയച്ചത്. പിന്നീട് അയാൾ വഞ്ചിച്ചതായിരുന്നു. യഥാർത്ഥത്തിൽ കാര്യങ്ങൾ അയാളുടെ പിടിവിട്ടു പോവുകയായിരുന്നു. അവിടെ എത്തിയ സമയത്ത്
അയാളുടെ തന്നെ ബന്ധുവായ ആമിർ ബിൻ തുഫൈൽ ആ ഒരു ഗോത്രങ്ങളെല്ലാം കൂട്ടി അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ആക്രമണം, ആ കൂട്ടക്കൊലയെല്ലാം നടത്തുകയായിരുന്നു. അതിനൊന്നും അയാൾ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ ആ സംഭവത്തിൻ്റെ അനന്തരം അയാൾ ആമിർ ബിൻ തുഫൈലിനെ പോയി കണ്ട് അയാളുമായി ശക്തമായി കോപിച്ച്, എത്രത്തോളം എന്ന് വെച്ചാൽ വാളെടുത്ത് ആമിർ ബിൻ തുഫൈലിനെ വെട്ടി, ഒരു വെട്ട് അയാൾക്ക് കൊള്ളുകയും ചെയ്തു. അങ്ങനെ ആളുകളെല്ലാം പിടിച്ചു മാറ്റാനുണ്ടായത്. ഈ ഒരു സംഭവത്തിൻ്റെ പുറത്ത്, അതായത് തൻ്റെ സംരക്ഷണത്തിൽ വന്ന ആളുകൾക്ക് ഇത് സംഭവിച്ചു എന്നുള്ള ആ ഒരു ദുഃഖം, കഠിനമായിട്ടുള്ള ദുഃഖം കാരണം ഈ സംഭവത്തിന് ശേഷം ഒരു ആഴ്ച കൊണ്ട് തന്നെ അയാൾ ആ ദുഃഖം കാരണം അതിനാൽ അസുഖം വന്ന് പിന്നീട് അയാൾ മരണപ്പെടുന്നതാണ് അയാളുടെ ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. ഒരർത്ഥത്തിൽ അയാൾ ഈ ഒരു വിഷയത്തിൽ നിരപരാധിയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു ആലം. അപ്പോൾ ഇതാണ് ആ റജി ബിർ മഊന ദുരന്തങ്ങൾ. അത് റസൂലുള്ളാഹിൻ്റെ ജീവിതകാലത്ത് റസൂലുള്ളാഹിനെ അങ്ങേയറ്റം വിഷമിപ്പിച്ച 80ഓളം പ്രിയപ്പെട്ട അനുയായികളുടെ നഷ്ടത്തിന് കാരണമാക്കി തീർത്ത 2 കൂട്ടക്കൊലകൾ. അപ്പോൾ അത് നൽകുന്ന ഏറ്റവും വലിയൊരു പാഠം എന്താണെന്ന് വെച്ചാൽ ഇസ്ലാം ആ ത്യാഗത്തിലൂടെ മാത്രമേ വളരൂ എന്നുള്ളതാണ്. അത് ഖൈറു ഉമ്മത്തായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന സമയത്ത് പോലും ആ ഉമ്മത്തിന് ഇത്രയേറെ ത്യാഗം ആ ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി സഹിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് മുന്നോട്ടുള്ള തലമുറകൾക്ക് അത് ഏറ്റവും വലിയൊരു പ്രചോദനമായിട്ട് തീരുമെന്നുള്ളതാണ്. അത്രയേറെ അവർക്ക് പോലും, ആ സ്വഹാബികൾക്ക് പോലും സഹിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആൽ ഇംറാൻ്റെ 186 വചനത്തിൽ ലതുബ്ലുവന്ന ഫീ അംവാലിക്കും വ അൻഫുസിക്കും, തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വത്തുക്കളിലും ശരീരങ്ങളിലെല്ലാം നിങ്ങൾ പരീക്ഷിക്കപ്പെടും. അതേപോലെ തന്നെ മറ്റുള്ള ആളുകളിൽ നിന്നും നിങ്ങൾ ശക്തമായിട്ടുള്ള കുത്തുവാക്കുകൾ നിങ്ങൾ കേൾക്കേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം വ ഇൻ തസ്ബിറു ഫ ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ ക്ഷമയെ മുറുകെ പിടിക്കുക എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സൂറത്ത് ആൽ ഇംറാൻ അത് മദനി സൂറത്താണ്. മദനി സൂറത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമയെയും മറ്റുമെല്ലാം ഈ രൂപത്തിലുള്ള പരീക്ഷണങ്ങളെല്ലാം അടിവരയിടുന്നത് പ്രത്യേകമായിട്ട്. അതായത് ആ യുദ്ധമെല്ലാം അനുവദിച്ചതിന് ശേഷമാണ് ഈ സൂറത്തെല്ലാം നൽകിയത്. ആ സമയത്തും ആ രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ വരുമെന്നുള്ളത് മറ്റൊരു വലിയ പാഠം. ഇപ്പോൾ ഗൈബുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി ചിന്തിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 2 ആളുകളുടെയും കൂടെ അത്രയേറെ അനുയായികളെ റസൂലുള്ളാഹി പറഞ്ഞേക്കാണ്. അപ്പോൾ സംഭവിക്കാൻ പോകുന്നതിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിനെ സംബന്ധിച്ച് അറിവില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിലാണ് അത് കണക്കാക്കിയത്, അത് സംഭവിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഗൈബുമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നംലിൻ്റെ 65 വചനത്തിൽ ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് ആകാശഭൂമികളെല്ലാം മറഞ്ഞ ഗൈബായിട്ടുള്ള കാര്യങ്ങൾ അറിയുക. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂലുള്ളാഹി ജീവിതത്തിൽ ഏറ്റവും വലിയ ഇതൊരു ഗൈബി ലോകത്തുള്ള പലതും ലഖദ് റഅ മിൻ ആയാതി റബ്ബിഹിൽ കുബ്ര, റസൂലുള്ളാഹി സൂറത്ത് നജ്മിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അത്രയേറെ വലിയ ഗൈബി ലോകത്തുള്ള ദൃഷ്ടാന്തങ്ങളെല്ലാം റസൂലുള്ളാഹി കണ്ടെങ്കിലും ചില കാര്യങ്ങൾ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമേ റസൂലുള്ളാഹിക്ക് അറിയൂ എന്നുള്ളതാണ്. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ, ആയത്തുൽ കുർസിയിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ നിന്ന് ആ ഒരു വലിയ പാഠവും നമുക്ക് മനസ്സിലാക്കാമെന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ ഓർത്തു വെക്കാൻ പറഞ്ഞ പ്രത്യേകമായിട്ടുള്ളൊരു പോയിൻ്റ് ഉണ്ട്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഷ്ടപരിഹാരം കളക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് പിന്നീട് ആ ബനൂ നദീർ സംഭവിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ തുടർന്നുള്ള ഭാഗത്ത് വിശദമായിട്ട് അത് വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് കൂടെയാണ്, അതിനെ നമ്മൾ വിശദമായിട്ട് പ്രതിപാദിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റസൂലുള്ളാഹിൻ്റെ ജീവചരിത്രം ആഴത്തിൽ പഠിക്കാനും അത് ജീവിതത്തിൽ കഴിയുന്നത്ര പകർത്താനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ജീവിച്ച് നാളെ അവരോടൊപ്പം ഒരുമിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. നമുക്കറിയാം പല ഭാഗത്തും മുസ്ലിം പ്രദേശങ്ങളിൽ തന്നെ സിറിയയിലും അതേപോലെ തന്നെ തുർക്കിയിലെല്ലാം ശക്തമായിട്ടുള്ള ഭൂകമ്പം കാരണം നിരവധി ആളുകൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ അവരുടെ പല ഫൂട്ടേജുകളും നമുക്ക് കാണാൻ കഴിയാത്ത അത്രയേറെ വേദനിപ്പിക്കുന്നതാണ്. ആ അനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമ പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ട ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ നാളെ മരണാന്തര ജീവിതത്തിൽ അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അവരെയും കുടുംബത്തെയും അവിടെ ആ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിപ്പിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.